വെൽക്കം ടു അപർണാസ് ക്യാൻവാസ്. വീക്കെൻഡൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചു മൊമോസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കൊന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഒരു കുക്കിംഗ് പരിപാടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതാണ്. പെട്ടെന്നൊരു സെറ്റപ്പ്. നമുക്കിവിടെ അടുത്തായിട്ടുള്ളത് അൽദിയാണ്, അതുകൊണ്ട് അൽദിയിലാണ് വന്നിട്ടുള്ളത്. കുറച്ച് ബോൺലെസ് ചിക്കൻ എനിക്ക് വേണം, അതുപോലെ സ്പ്രിംഗ് ഒണിയൻ എടുത്തിട്ടുണ്ട്. ദെൻ സോസ് ഐറ്റമായിട്ട് നമുക്കിതിൽ മൊമോസിൻ്റെ ഒരു ഫേവറേറ്റ് സംഗതി എന്ന് പറയുന്നത് ഈ ഒരു സോസ് വരുന്നതാണല്ലോ. അപ്പോൾ സോസ് സോയ സോസും ദെൻ കുറച്ച് ടൊമാറ്റോ സോസ്, അതുപോലെ പെരി പെരി മയോ സോസ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു സോസാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ദെൻ പ്ലെയിൻ ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. അപ്പോൾ 2 കപ്പ് ഫ്ലോറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ അഡീഷണൽ ആയിട്ട് പിന്നീട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ്. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഈ ഒരു മാവായിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ദെൻ ഇതിന് ശേഷം നമ്മൾ വാട്ടർ ആഡ് ചെയ്യാൻ പോവാണ്. വാട്ടർ ഒരു 1/4 കപ്പ് വാട്ടർ ആഡ് ചെയ്തിട്ടുള്ളായിരുന്നു ആദ്യം. ദെൻ അത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ പിന്നെ വാട്ടർ ആഡ് ചെയ്ത് നോക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ കൈ കൊണ്ടായിരുന്നു കുഴക്കുന്നത് എല്ലാം മാവും. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അധികം നമ്മുടെ കയ്യിലോട്ട് അങ്ങനെ പറ്റത്തില്ല. ഈസി ആയിട്ട് ആദ്യത്തെ ഒരു മിക്സ് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് കൈകൊണ്ട് ചെയ്തെടുത്താൽ കയ്യിലാവില്ല. ദെൻ നമുക്ക് ഈ ഒരു ചിക്കൻ നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ സ്പ്രിംഗ് ഒണിയനും മിക്സ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ദെൻ ഈ ഒരു പെപ്പറും ആഡ് ചെയ്യുന്നത്. ചിക്കൻ മാഷ് ചെയ്തിട്ട് മിക്സിയിലിട്ട് സെറ്റ് ചെയ്തിട്ട് ഒണിയനും ഗാർലിക്കും പിന്നെ ജിഞ്ചർ ദെൻ കുരുമുളക് പിന്നെ സ്പ്രിംഗ് ഒണിയനും ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ മസാലാസ് ഒന്നും ഉപ്പും കൂടെ ഇടുന്നുള്ളൂ, ഞാൻ വേറെ മസാല ഒന്നും ഇടുന്നില്ല. പിന്നെ സോയ സോസ് ഒഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡാർക്ക് സോയ സോസ് ആണ്. ഇത് കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് വേറെ മസാലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ആ ഒരു റോ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് നല്ലതായിട്ട് കിട്ടും എന്നുള്ളതാണ്. ആ ഒരു മൊമോയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങനെയാണല്ലോ. അപ്പോൾ അതിനും കൂടിയാണ് വേറെ മസാല ഒന്നും നമ്മൾ ആഡ് ചെയ്യാതെ ഇത് മാത്രമാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ആ ഒരു ഗാർലിക്കിൻ്റെ ഒനിയൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ, അതുപോലെ സോയ സോസിൻ്റെ ഫ്ലേവർ, ഇത്രയും. അപ്പോഴത്തേക്കും നമ്മുടെ മാവ് അവിടെ ഏകദേശം സെറ്റായി. ഇനി ഞാനൊരു എന്താ പറയുക കട്ടിംഗ് ബോർഡിലേക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്, കാരണം ഇത്രയും വലുതായിട്ട് എനിക്ക് ചെയ്യാൻ വേറെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇനി ഒരു ജസ്റ്റ് നന്നായിട്ട് വലിയതായിട്ടൊന്ന് പരത്തിയിട്ട് ഒരു അടപ്പെടുത്ത് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. വീട്ടിലാണെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടുന്നുണ്ടെങ്കിൽ എളുപ്പമായിട്ട് എല്ലാം കൂടെ ഒറ്റയടിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മുടെ കുക്കുമ വന്നിട്ടുണ്ട്, അത് ചെയ്ത് നോക്കണം എന്നും പറഞ്ഞിട്ട്. കുറേ നാളിന് ശേഷമാണ് ഞാനിപ്പോൾ മോമോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2-3 ഷേപ്പ് ഉണ്ടാക്കി നോക്കാം ഒരു രസത്തിന്. അപ്പോൾ ആദ്യത്തെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. നമ്മളിങ്ങനെ ഒന്ന് ക്രോസ് ആയിട്ട് മടക്കി വെച്ചിട്ട് ജസ്റ്റ് ഒരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ തനിയെ വരും. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത് ഞാൻ ട്രൈ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങനെ വട്ടത്തിൽ ചെയ്യത്തില്ലേ, വട്ടത്തിൽ വന്നിട്ട് മേലെ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കും. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഷേപ്പ് ഉണ്ടായിരുന്നത്. പിന്നീടൊക്കെയാണ് മറ്റ് ഷേപ്പുകളൊക്കെ വന്നത്. ഞാൻ ചെയ്ത അത്ര സെറ്റായിട്ടില്ല, എന്നാലും അതൊരു ഷേപ്പാണ്. ദെൻ ഇങ്ങനെ ഒന്ന് ക്രോസിന് മടക്കിയിട്ട് ഇനി അതിങ്ങനെ ഞൊറിയായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊരു 3rd ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും ഒരു ഷേപ്പ് എല്ലാം ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് മറ്റേ ആദ്യം ചെയ്ത ഫോർക്കാണ്. അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്, ഏറ്റവും ഈസിയാണ്, നമുക്ക് ടൈം ഒന്നും എടുക്കുന്നില്ല. ഇനി നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് സോസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സോസിൽ നമുക്ക് ഒതുക്കാം, പക്ഷെ അങ്ങനെയല്ല. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് വരണമെങ്കിൽ ഈ ഒരു സോസ് ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ട്. ജസ്റ്റ് ഗാർലിക്കും സ്പ്രിംഗ് ഒനിയനും ഇട്ടിട്ട് ഒന്ന് നമ്മൾ സോട്ട് ചെയ്തിട്ട് ഈ 3 സോസസ്, സോയ സോസ്, ദെൻ ടൊമാറ്റോ, ദെൻ ആ ഒരു പെരി പെരിയുടെ സോസ്, ഇത്രയും കൂടെ വന്നിട്ട് കുറച്ചൊരു പെരി പെരി നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു സോസ് കിട്ടും. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു അഡീഷണൽ സെറ്റപ്പായിരുന്നു. ചേട്ടൻ്റെ വക ഒരു ഫുൾ ചിക്കൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ബാലൻസ് വന്നിട്ടുണ്ടായിരുന്ന മൊമോയുടെ ആ ഒരു ഷീറ്റിൽ നമ്മളിനി ചെയ്യുന്നത് കുറച്ച് വെജ് ആയിട്ടുള്ള മൊമോയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെജ് മൊമോ എന്ന് പറയുന്നത് മഷ്റൂം മൊമോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഗ്രില്ലാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് മറ്റേൻ്റെ കൂടെ ഇനി ചെയ്യണമെങ്കിൽ അത്രയും സമയം എടുക്കുന്നുണ്ട്.
മീൻ വൈൽ നമ്മൾ ലിവിങ് സ്പേസിൽ ഒരു വൈബൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ അവിടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ആ ഒരു ടൈം ഒക്കെ എടുത്തുള്ളൂ. നമ്മുടെ മൊമോ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് ഓൾ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ മൊമോയും കൂടെ ഇങ്ങനെ ഇഡ്ഡലിയുടെ തട്ടിനകത്ത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ പൊടിഞ്ഞൊന്നും പോയിട്ടില്ല, അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊമോ ഇനി ആ ഒരു സോസിൻ്റെ ആ ഒരു പ്രസൻസിൽ നമ്മളതൊന്ന് സോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ദെൻ നമ്മൾ ലിവിങ് സ്പേസിൽ എത്തിക്കഴിഞ്ഞു. കഴിക്കണ്ട, എങ്ങനെയുണ്ട്? കൊള്ളാം. സമൂസ അല്ല, മോമോസ്. ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. കുക്കുമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. പോളി പോളി. അവൾക്ക് മാത്രം ഒരു വികാരം ഇല്ലടേ. എങ്ങനെയുണ്ട്? അടിപൊളി. ഓക്കെ, താങ്ക് യു. കുഞ്ഞാടെ എങ്ങനുണ്ട്? വായി വെക്കാൻ കൊള്ളത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. നീ എഴുന്നേറ്റ് പറ. അങ്ങനെ ഞാൻ ഒരെണ്ണം കഴിക്കട്ടെ. നമ്മൾ ഈ സോസിൽ മുക്കി ആ സോസിൽ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ മനസ്സിൽ കിടന്നിട്ട് കൊതിയായിട്ട് ഇന്ന് ഉണ്ടാക്കിയതാ. അല്ലേ? അങ്ങനെ അടുത്ത സെറ്റപ്പ് ആയിരിക്കുന്നു. ക്രിസ്പിയാണോ? അത് ക്രിസ്പി ആയി പോയോ? അത് നല്ലതായിരിക്കും. രസമുണ്ടോ? ഇതങ്ങ് ഫ്രൈ ആയിപ്പോയി. ഫ്രൈഡ് പച്ചക്കറിയാണ്, മഷ്റൂമാണ്. അതിനകത്ത് മുക്കി കഴിക്കണം. ഇതിനകത്ത് മുക്കി കഴിക്ക. അതിനൊരു ഫ്ലേവർ ഉണ്ട്. ഇത് കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള ഗ്രിൽഡ് മോമോയാണ്, പക്ഷെ കുറച്ചധികം ഗ്രില്ലായി പോയി. സോ ഐ ഡോണ്ട് തിങ്ക് നമുക്കിത് അത്രയ്ക്ക്. അഞ്ചുതാമനെ ഞാൻ ഓർക്കുന്നു, അഞ്ചുതാമ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഐറ്റം അവള് ഇനിയും വരുമ്പോ ഉണ്ടാക്കണമെന്ന്. നെക്സ്റ്റ് ടൈം വരുമ്പോ ഞാൻ സെറ്റ് ആക്കുന്നതായിരിക്കും. ഓക്കെ, വൈൻ അതൊക്കെ സൈഡർ ആണല്ലേ? ഓക്കെ, ഇട്ട് വെച്ചേക്കാം. സോക്ക് ചെയ്തേക്കുന്നു. സോയ്ക്കകത്ത് സോയ് സോസിനകത്ത് അതൊക്കെ ഓരോ ഹെർബ്സ് ആണ്. താങ്ക് യു. ഒന്നുകൂടെ പറഞ്ഞു. എങ്ങനെയുണ്ട്? അടിപൊളി. ഓക്കെ, അടിപൊളിയാണല്ലേ? മോനെ പാത്രം നീ ബാറ്ററി ഇട്ടിരുന്നു. എനിക്കല്ലേ അറിയുന്നേ അല്ലേ? കട്ട് ചെയ്ത് മാത്രം കാണിച്ചപ്പോ എല്ലാരും കാണിക്കണം. കട്ട് ചെയ്യുന്നത് ചേട്ടന് കൊടുക്കാം. നമുക്കിനി ഇതിനകത്ത് നലമ്പാം. കുഞ്ഞാടിന് ഇനി ഇതിനകത്തുനിന്ന് കഴിച്ചാൽ പോലെ. ഓക്കെ, അത് നല്ലതാണ്. മല്ലിയില ഇട്ടിട്ടുണ്ട്. ഉമാമി എല്ലാം അതിനകത്തുണ്ട്. ഉമാമി മറ്റേ നമ്മുടെ ചിക്കൻ്റെ തന്നെ ഫ്ലേവർ ഇല്ലേ, അത് കഴിഞ്ഞ വട്ടമൊക്കെ അത് ഒത്തിരി സൂപ്പർ. ഓക്കെ, അങ്ങനെ ഫുൾ വൈബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു മോട്ടോ ഇവിടെ സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.